SSLC ഓണപരീക്ഷ വരികയാണ് ആൻഡ് മാത്സിൽ നമുക്ക് 4 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏത് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവും ആൻഡ് ഏത് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും ആൻഡ് എന്താണ് നിങ്ങൾ ശരിക്കും ഈ ഓണപരീക്ഷയ്ക്ക് ചെയ്യേണ്ടതെന്ന്. അതിനു മുമ്പ് എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ SSLC മാത്സിലെ ഏറ്റവും ടഫായ ചാപ്റ്റർ കമൻസിലിടുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വേറെ സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടാവും അടുത്ത ആഴ്ച. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം വിച്ച് ഇസ് യുവർ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഏത് ചാപ്റ്റർ പഠിച്ചാലും ഫെയിൽ ആവുക പഠിച്ചില്ലേ ഫെയിൽ ആവുക എല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മെയിൻലി 4 ചാപ്റ്റർ എന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മാർക്ക് നോക്കാനിരിക്കട്ടെ, 2022 കഴിഞ്ഞ വർഷത്തെ ഓണ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 39 മാർക്ക് 80 മാർക്സ് പേപ്പർ കേട്ടോ, 80 മാർക്സാണ് ടോട്ടൽ വരാൻ പോകുന്നത്. അതിൽ 80 മാർക്കിലും 40 മാർക്ക് ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിന് വരും, സെക്കൻഡ് ചാപ്റ്ററിന് 40 വരും. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ഇമ്പോർട്ടൻസ് സാർ. അപ്പം തന്നെ ഏകദേശം 80 ആയാലും പിന്നെ ബാക്കി എവിടെയാണ്? നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 110 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആകെ ഉണ്ടാവും. 110 മാർക്കിന് 80 മാർക്ക് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ചില ഓപ്ഷൻ ഉണ്ടാവും, 5ൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി, 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 7 ആൻസർ ചെയ്താൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ മാർക്ക് കുറഞ്ഞ 18, വലിയ സീനില്ല. 4ാമത്തെ ചാപ്റ്റർ 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് സാർ 4 തീർക്കണോ? 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ പോയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം 110 മാർക്കിൽ നിങ്ങൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വിട്ടാലും വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടുന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഈ വർഷവും പഠിച്ചില്ലേ കുഴപ്പമില്ല. എന്തുകൊണ്ട് 2021 ഇല്ലാത്ത? കാരണം കോവിഡ് സമയമായിരുന്നു, ഓണപരീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, പക്ഷേ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ 39 മാർക്കുണ്ട്, ഈ ചാപ്റ്റർ 40 ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 40 മാത്രമല്ല, 40+3 ഒക്കെ നിങ്ങൾ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്? 5ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഒരു ഫോർമുല ഉണ്ട്. ഓക്കെ, ഒരു ഫോർമുല പഠിക്കാനുണ്ട്. ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ 2r sin c/2. ഓക്കെ, അത് ചിലപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ലെങ്ത് ഓഫ് കോഡ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതും ഞാൻ പഠിപ്പിച്ചു തരും, എൻ്റെ ലൈവിൽ ഞാൻ പഠിപ്പിച്ചു തരും. ആ ഫോർമുല സീക്രട്ട് ഫോർമുല 5ാമത്തെ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്, അതൊരു ചെറിയ ചോദ്യമായിട്ട് വരും, അത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സും എക്സാമിനർ ഫുൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ഇപ്പോൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ക്ലാസ്സുകളൊക്കെ എവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ examiner.com-ൽ പോവുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണോ? കഴിഞ്ഞ വർഷങ്ങളിൽ SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിൽക്കുക. നിങ്ങൾ ഓണം എക്സാമിൻ്റെ PYQs ഉണ്ട്. മാത്സിൽ നിങ്ങൾക്ക് 2022 പേപ്പർ ഇവിടെ നിൽക്കാൻ മതി. മലയാളം മീഡിയം ഉണ്ട്, 2019 പേപ്പർ ഉണ്ട്, 18, 17, 16 എല്ലാ പേപ്പറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാം. ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർക്കറിയാം, ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്പിൽ റെക്കോർഡർ ആയിട്ടുണ്ട്. അത് പോയി കാണണം. ഓക്കെ, ഇനി അതുപോരാതെ നിങ്ങൾക്ക് എവിടെയാണ് സാർ ഇതിൻ്റെ ക്ലാസ് കിട്ടുക? ഞാൻ പഠിച്ചിട്ടില്ല, എവിടെയാണ് കിട്ടുക? മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ചാപ്റ്ററിൻ്റെ ലൈവ് ബാക്കി ഉണ്ടാവും. എല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ പഠിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ചാനലിൽ പോവുക, ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് പ്ലസ് 30A+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫ്രം സ്റ്റാർട്ട് ടിൽ എൻഡ് 1.25 മണിക്കൂറിൽ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും ഈ ലൈവ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിലും 30A+ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ A+ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. 1 ഷോട്ടും ഡയഗ്രമും കൺസ്ട്രക്ഷനും എല്ലാം ഉണ്ടാവും. തേർഡ് ചാപ്റ്റർ പഠിക്കണോ? തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാം. 2 പാർട്ടായിട്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്, 2 പാർട്ടായിട്ട് പഠിപ്പിക്കാം. ഇനി 4ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ 5 മാർക്ക് അല്ലെ 4 മാർക്ക് ടെൻഷൻ അടിക്കണ്ട. ഈ ചാനലിൽ ഒരു 1 ഷോട്ട് വീഡിയോ വരുന്നതായിരിക്കും. ലൈവ് ഉണ്ടാവില്ല, കാരണം ലൈവ് എടുക്കേണ്ട സമയം നമ്മൾ ഇത്ര മാർക്കിന് കളയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. അല്ലേ, അലൻ സാർ തന്നെ കഴിഞ്ഞ വർഷത്തെ ലൈവ് ഉണ്ട്, അടിപൊളി ലൈവ്, ഉഗ്രൻ ലൈവാണ്. നോക്കിയേ, 1 മണിക്കൂർ ലൈവ് ഉണ്ട്, 2 മണിക്കൂർ ലൈവ് ഉണ്ട്. അതും എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചാപ്റ്റർ 1, 2, 3, 4 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ആ സീക്രട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, 5ാമത്തെ ചാപ്റ്ററിന് വരുന്നത് സർക്കിൾസിലെ ഭാഗമായിട്ട് വരുന്നത്. അതും അലൻ സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ സർക്കിൾസ് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സിൽ എത്ര ചാപ്റ്റർ പഠിക്കണം? 4 എക്സാമിന് വരും. 3 പഠിച്ചാലും ഫുൾ മാർക്ക് കിട്ടും. 2 പഠിച്ചാൽ സിമ്പിളായിട്ട് A കിട്ടും. 1 പഠിച്ചാൽ പാസ്സാവും. ഇതിൽ ഏതെങ്കിലും 1 പഠിച്ചാൽ പാസ്സാവും. പക്ഷേ മക്കളെ, ഈ 1 മാത്രം പഠിച്ച് 39 മാർക്ക് കിട്ടണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല.
കാരണം ഒരു ടഫ് ക്വസ്റ്റ്യൻ വരും, ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ ഒരു ചെറുതായിട്ട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാപ്റ്ററെങ്കിലും മിനിമം പഠിക്കണം, നിർബന്ധമായിട്ട് മിനിമം 2 പഠിക്കണം. കാരണം ഓപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ സർക്കിൾസിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അരിത്തമെറ്റിക് സീക്വൻസിലെ ഔട്ട് ഓഫ് സിലബസ് ഒരു ടഫ് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വിടാം, ഔട്ട് ഓഫ് ചോദ്യം സിലബസ് വിട്ടിട്ട് സർക്കിൾസിനെ നമുക്ക് അറിയുന്നത് ചെയ്യാം. ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ കൊടുക്കും, 2 ചാപ്റ്റർ പഠിച്ചാൽ സെറ്റ്, 3 ചാപ്റ്ററും കൂടി പഠിച്ചാൽ ഇപ്രസ് ഉറപ്പിച്ചോ, 4ാമത്തെ ചാപ്റ്റർ രസത്തിന് പഠിച്ചോ, നിങ്ങൾക്ക് ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ട സ്ട്രാറ്റജി. അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിക്കാതെ പോയാൽ ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ ലൈവുകളൊക്കെ വന്ന് കാണാം മക്കളെ. എക്സാമിനർ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയാനായി. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് PYQs ഒക്കെ കാണാം, സെറ്റ് ആവുക, പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ട് ലൈവിൽ വരിക. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇനി യൂട്യൂബ് ക്ലാസ് മാത്രമായിട്ട് ഫ്രീ ആയിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ കാണാം, ഇവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് കുറച്ച് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മാത്സ് ഇനി ഒരാൾക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നിങ്ങൾ അർഹിക്കുന്ന ഗ്രേഡിൻ്റെ മേലെ ഞാൻ എത്തിച്ചേരും. ഓക്കെ.